സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഡാൽമേഷ്യൻ പട്ടിയെയാണ് കാണിക്കുന്നത്. ഇവന്റെ പേരാണ് പോങ്കോ. അലാറം അടിച്ചത് കേട്ട് അവന്റെ യജമാനനായ റോജറിനെ എഴുന്നേൽപ്പിച്ചു വിടുവാണിവൻ. അതിനിടയിൽ ബാത്ത് ടബിൽ വെള്ളം നിറയ്ക്കുകയും ചായ ഉണ്ടാക്കുകയും പുറത്തുപോയി പാലെടുക്കുന്നതുമെല്ലാം ഇവൻ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേറൊരു വീടാണ്. അവിടെയും ഒരു ഡാൽമേഷ്യൻ പട്ടിയുണ്ട്. അവളുടെ പേരാണ് പേടി. അങ്ങനെ റോജർ നമ്മുടെ പോങ്കോയെയും കൂട്ടി മോർണിംഗ് വാക്കിന് പോകുന്നുണ്ട്. റോജർ ഒരു ഗെയിം ഡെവലപ്പർ ആണ്. ശേഷം ഇവൻ ഒരു നായക്കുട്ടിയെ ക്യാച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഗെയിം ഡെവലപ്പ് ചെയ്ത് ഒരു കൊച്ചു പയ്യനെ കൊണ്ട് കളിപ്പിച്ച് നോക്കുവാണ്. എന്നാൽ ഇതൊരു ബോറിംഗ് ഗെയിമാണെന്ന് പറഞ്ഞ് ആ പയ്യൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹൗസ് ഓഫ് ഡെവിൾ എന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനിയാണ്. പേര് തന്നെ എന്തോ വശപ്പിശകുണ്ടല്ലേ. ഇതിന്റെ ചീഫും അത്ര വെടിപ്പല്ല. പിന്നെങ്ങനാ ഒരു ദുർമന്ത്രവാദിനി ലുക്കായാണ് ഈ ചീഫ് അങ്ങോട്ട് കാറിൽ വന്നിറങ്ങുന്നത്. ഇവരുടെ പേരാണ് ക്രൂവല്ല ഡെവിൾ. പേര് തന്നെ നോക്കിയേ കണ്ടറിയാം ഇവർ ക്രൂവലായ ഡെവിളാണോ അതോ നല്ല ഡെവിളാണോ എന്ന്. ഓഫീസ് സ്റ്റാഫ് എല്ലാം ഇവരെ മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫായ അനീറ്റ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് ഇവർ കാണുന്നത്. അതൊരു ഡാൽമേഷ്യൻ പട്ടിയുടെ പുള്ളികൾ ഡ്രസ്സിൽ കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സായിരുന്നു. അത് കണ്ടാണ് ഈ ക്രൂവല്ല അങ്ങോട്ട് ചെല്ലുന്നത്. അവൾക്കത് ഒത്തിരി ഇഷ്ടമാകുന്നുണ്ട്. കൂടാതെ അനീറ്റയ്ക്ക് ഒരു ഡാൽമേഷ്യൻ പട്ടിയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നതും അപ്പോഴാണ്. അങ്ങനെ അനീറ്റയെ അവർ അവരുടെ ക്യാബിനിലേക്ക് വിളിച്ച് അവളെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ട്. അവൾ ഇടയിൽ കയറി താൻ മിക്കവാറും ജോലി ഉപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ മാരേജ് കഴിഞ്ഞാണേൽ തന്റെ ടാലന്റ് നശിച്ചു പോകരുതെന്നവർ പറയുവാണ്. എന്നിട്ട് അവളുടെ പെയിന്റിംഗ് വാങ്ങി അതിലൊരു ലെയർ കോട്ടും വരച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പോ ശരിക്ക് ആ ഒരു പിക്ചർ കണ്ടാൽ ഒരു ദുർമന്ത്രവാദിനി ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഡ്രസ് ഇടുമ്പോൾ ആ ഡാൽമേഷ്യൻ പട്ടിയെ ഇട്ട പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി ചിരിക്കുവാണ്. ഒരു അട്ടഹാസം തന്നെ. അടുത്ത സീനിൽ റോജറിന്റെ കൂടെ പുറത്തു വന്ന നമ്മുടെ പോങ്കോ പേടിയെ കാണുവാണ്. അവനൊരു കള്ളക്കാമുകനാകുമോ എന്നൊരു സംശയമുണ്ട്. അവളെ കണ്ട അവൻ കുരകുരയോ കുരകുര. അത് നമ്മുടെ അനീറ്റയുടെ പട്ടിയാണ്. അവൾ ഇതിനെയും കൊണ്ട് പോകുമായിരുന്നു. അപ്പോഴാണ് റോജർ വരുന്നത്. റോജർ ആണ് സൈക്കിളിൽ അവനെ കെട്ടി സൈക്കിൾ ചവിട്ടിയപ്പോഴേക്ക് പോങ്കോ പേടിയുടെ പിന്നാലെ ഓടുവാണ്. പാവം നമ്മുടെ റോജർ ആ സൈക്കിളിൽ ഇരുന്ന് നന്നായി പണി വാങ്ങിക്കൂട്ടുന്നുണ്ട്. തിരക്കുള്ള റോഡിലൂടെ വണ്ടികൾക്കിടയിലൂടെയും സ്ട്രീറ്റിന്റെ നടുവിലൂടെയും പടികൾക്കിടയിലൂടെയുമെല്ലാം പോങ്കോ ഇവനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുവാണ്. പോങ്കോ പോങ്കോ എന്നിവൻ അലറി വിളിക്കുന്നുണ്ട്. ആര് കേൾക്കാൻ? പ്രണയത്തിന് കണ്ണുമുഖമില്ലല്ലോ. ഇവൻ ഓടടാ ഓട്ടം തന്നെ. നമ്മുടെ റോജർ അവസാനം പാർക്കിലെ പൂളിൽ പോയി വീഴുവാണ്. പോങ്കോ ആണേൽ പേളി ഉള്ളിടത്തേക്കും പോയി. ഈ സമയം നമ്മുടെ അനീറ്റ അവളെയും കൊണ്ട് പാർക്കിൽ പന്ത് കളിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ പോങ്കോ അങ്ങോട്ടെത്തുന്നത്. പോങ്കോ പതിയെ ചെന്ന് ഒന്ന് മുരണ്ടു. അപ്പോൾ അനീറ്റ പേടിക്ക് ബോൾ ഇട്ട് കൊടുത്ത ശേഷം പോങ്കോയുടെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം ദൂരെ പന്തെടുക്കാൻ പോയ പേടിയെ കണ്ട റോജർ അത് പോങ്കോ ആണെന്ന് തെറ്റിദ്ധരിക്കുവാണ്. അവനെയും അവന്റെ സൈക്കിളും അപ്പോൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. തലയും വാലും കീഴായി മറിഞ്ഞ വവ്വാലിനെ പോലെ ഫ്രണ്ട് വീൽ ഒരിടത്തേക്കും ബാക്ക് വീല് മറ്റൊരിടത്തേക്കും, അങ്ങനെ ഒരു കോലം. റോജർ വന്ന് പേടിയെ പിടിച്ച് റോപ്പിൽ കെട്ടാൻ നോക്കുമ്പോഴേക്ക് അനീറ്റ അത് തന്റെ പട്ടിയാണെന്ന് പറയുവാണ്. അവൻ വേഗം പട്ടിയുടെ കാൽ പൊക്കി നോക്കി. ഓ ആള് മാറിപ്പോയല്ലോ, അയ്യോ ഇത് പെണ്ണാണെന്ന് പറയുവാണവൻ. അപ്പോഴാണ് നമ്മുടെ പോങ്കോ അനീറ്റയ്ക്ക് പിന്നിൽ നിൽക്കുന്നത് ഇവൻ കാണുന്നത്. കള്ള തിരുമാലി, ഇത്രയും ഒപ്പിച്ചു വെച്ച് ഒന്നും അറിയാത്ത പോലെ നിൽക്കുവാണ് അവൻ. അങ്ങനെ നമ്മുടെ പോങ്കോയും പേടിയും കാരണം അനീറ്റയും റോജറും പരിചയപ്പെടുവാണ്. ഇവർ സംസാരിച്ചു നിൽക്കുമ്പോഴുണ്ട് താഴെ രണ്ടെണ്ണം കൂടി നിന്ന് സ്നേഹിക്കുന്നു. അമ്പോ എത്ര പെട്ടെന്നാ അല്ലേ, ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മളെ റോജർ അവനെ വിളിച്ചോണ്ട് പോരുവാണ്. പിന്നെയും ഇവർ പരസ്പരം നോക്കി ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. പ്രണയത്തിന്റെ ഒരു പവറേ. അങ്ങനെ റോജർ പോങ്കോയുമായി പോയപ്പോ പേടിക്ക് നേരത്തെ പോങ്കോയ്ക്ക് ഉണ്ടായ പോലെ പ്രേമം തലയ്ക്ക് പിടിച്ച് നമ്മുടെ അനീറ്റയും വലിച്ചുകൊണ്ട് ഒരൊറ്റ പോക്ക്. സെയിം റോജർ പോയി വീണ പോലെ തന്നെ നമ്മുടെ അനീറ്റയും കിടക്കുന്നു വെള്ളത്തിൽ. അങ്ങനെ അന്ന് അവർ രാത്രി റോജറിന്റെ വീട്ടിലാണ്. അനീറ്റയും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വെള്ളത്തിൽ വീണ് പാവത്തിനാണേൽ പനിയും പിടിച്ചു. അന്നേരം റോജർ അവളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. രാത്രി സംസാരിക്കുന്നതിനിടയിൽ പോങ്കോയ്ക്കും പേടിക്കും തമ്മിൽ പിരിയാനാവില്ലല്ലോ. അതുകൊണ്ട് അവരെ എപ്പോഴും ഒന്നിച്ചിരുത്താൻ വേണ്ടി ഇവർ തമ്മിൽ കല്യാണം കഴിക്കുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പോങ്കോയും പേടിയും കാരണം അനീറ്റയും റോജറും ഒന്നിച്ചു. അടുത്ത സീനിൽ ടാക്സി ഡെർമിസ്റ്റ് ആയ മിസ്റ്റർ സ്കിന്നറിന്റെ വർക്കിംഗ് സെന്റർ ആണ് കാണിക്കുന്നത്. അയാൾ ക്രൂവല്ലയ്ക്കായി ഒരു പ്രസന്റ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനായി ക്രൂവല്ല രണ്ടുപേരെ പറഞ്ഞു വിടുന്നു. ലണ്ടനിലെ മൃഗശാലയിൽ നിന്ന് കാണാതായ സൈബീരിയൻ ടൈഗറിന്റെ തൊലി കൊണ്ടുണ്ടാക്കിയ കോട്ടായിരുന്നു അത്.
ക്രുവല്ലയ്ക്ക് മൃഗങ്ങളുടെ തൊലി കൊണ്ടുള്ള ഡ്രസ്സിൽ ഒരു പ്രത്യേക ക്രേസ് ആണ്. എന്താല്ലേ, അവൾ അത് കണ്ണാടിക്ക് മുന്നിൽ വെച്ച് നോക്കുന്നുണ്ട്. ഈ സമയം അനീറ്റയുടെ മുത്തശ്ശി അവൾക്കരികിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോജർ ആണേൽ ഒരു പുതിയ വീഡിയോ ഗെയിം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോങ്കോ അവൻ അരികിൽ ഇരിപ്പുണ്ട്. ഈ സമയം പേടി ഒരു സോഫയിൽ ചുരുണ്ടുകൂടി കിടപ്പാണ്. അവളെ നോക്കിയ നേരം മുത്തശ്ശി അവള് പ്രഗ്നന്റ് ആയ എല്ലാ ലക്ഷണവും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അനീറ്റയ്ക്കും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ മുത്തശ്ശി ശ്രദ്ധിച്ചത്. അങ്ങനെ പിറ്റേന്ന് ക്ലിനിക്കിൽ പോയപ്പോൾ രണ്ടുപേരും പ്രഗ്നന്റ്. റോജറും പോങ്കോയും ഭാര്യമാരെ സ്നേഹിക്കുന്ന ആ സീക്വൻസ് ഉഗ്രനാണ്. അങ്ങനെ ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോഴാണ് ക്രുവല്ല അവളുടെ വീട്ടിൽ നിൽക്കുന്നത് കാണുന്നത്. എന്നാൽ അനീറ്റ കല്യാണം കഴിച്ചത് അവൾക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റോജറിനെ തരം താഴ്ത്തിയാണ് പുള്ളിക്കാരി സംസാരിച്ചിരുന്നത്. സംസാരത്തിനിടയിൽ അനീറ്റയും അവരുടെ പേടിയും പ്രഗ്നന്റ് ആണെന്ന് അവൾ അറിയുവാണ്. എന്തോ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ അവർ പപ്പികളെ വാങ്ങാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇന്ന് നമ്മുടെ പേടിയുടെ ഡെലിവറിയാണ്. റോജർ ആണേൽ അവന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്ന പോലെ ടെൻഷൻ ആണവനെന്ന് പറയുന്നുണ്ട്. പോങ്കോ ആണേൽ നല്ല കൂളായി ഇരിക്കുവാണ്. ഈ സമയം പെട്ടെന്ന് നമ്മുടെ അനീറ്റ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. അവർ ഓടി വന്ന് അനീറ്റയെ സഹായിക്കാൻ പോകുമ്പോഴുണ്ട് പുറത്ത് ആ ക്രുവല്ലയുടെ ആളുകൾ വണ്ടിയുമായി നിൽക്കുന്നു. അവർക്ക് ഈ പപ്പീസിലാണ് നോട്ടം. ഇന്നേരം മുത്തശ്ശി വന്ന് 2 കുട്ടികൾ 3 കുട്ടികൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓരോ തവണയും അവിടെ സന്തോഷം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 15 കുട്ടികൾ വരെയായി. ഒന്ന് മരിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ റോജറിന്റെ കയ്യിൽ മുത്തശ്ശി കൊടുക്കുവാണ്. പോങ്കോ ആണേൽ തന്റെ കുഞ്ഞിനെ കണ്ട് വിഷമിച്ച് നിൽക്കുമ്പോഴുണ്ട് ആ പപ്പി അനങ്ങുന്നു. അത് പതിയെ ഒന്ന് കരഞ്ഞു. അപ്പോൾ നമ്മുടെ പോങ്കോയുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാ. അങ്ങനെ 15 കുഞ്ഞുങ്ങൾ. ഇന്നേരം നമ്മുടെ പോങ്കോ അവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച പേടിയെ ചേർത്ത് അവളുടെ കൂടെ പോയി കിടക്കുന്നുണ്ട്. ഈ സീൻ വളരെ ടച്ചിങ് ആണ്. ദേ അപ്പോഴാണ് ആ ക്രൂവലായ ക്രുവല്ല അങ്ങോട്ട് വരുന്നത്. അവർക്ക് ആ കുഞ്ഞുങ്ങളെ അപ്പോൾ വേണമെന്ന് പറഞ്ഞാണ് വരവ്. പുള്ളിക്കാരിയുടെ സംസാരം തന്നെ ഒരു പന്തിയില്ലാത്ത തരമാണ്. 7500 പൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടും റോജറും അനീറ്റയും കുഞ്ഞുങ്ങളെ വിൽക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനവർ അലറി വിളിച്ച് നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നിങ്ങൾ ശരിക്കും മണ്ടന്മാരാണെന്നെല്ലാം പറഞ്ഞു പോകുവാണ്. അങ്ങനെ നമ്മുടെ പപ്പീസ് പുള്ളികളെല്ലാം വന്ന് ഇച്ചിരി വലിപ്പമെല്ലാം വെച്ച് നല്ല മിടുക്കന്മാരായി വളരുകയാണ്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി അവർക്കെല്ലാം ബെൽറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി റോജറും അനീറ്റയും പോങ്കോയെയും പേടിയെയും കൂട്ടി പുറത്തൊരു വാക്കിങ്ങിന് പോകുവാണ്. ഇന്നേരമാണ് ആ ക്രുവല്ലയുടെ ആളുകൾ വീട്ടിലെത്തി മുത്തശ്ശിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് നമ്മുടെ കുഞ്ഞു പപ്പീസിനെ എല്ലാം പിടിച്ചുകൊണ്ടു പോകുന്നത്. പപ്പീസിനെ ഇനി അവർക്ക് തിരിച്ചു കിട്ടും. പെട്ടെന്നാണ് പേടിയും പോങ്കോയും ഓടിപ്പോകുന്നത് കാണുന്നത്. അവർ നേരെ ഓടുന്നത് വീട്ടിലേക്കായിരുന്നു. ഇവരും അവരുടെ പുറകെ ഓടുവാണ്. അപ്പോഴേക്ക് നമ്മുടെ മുത്തശ്ശി എങ്ങനെയോ ആ റൂമിന്റെ കതക് തുറന്ന് പുറത്തു വന്ന് നമ്മുടെ പപ്പീസിനെ നോക്കിയപ്പോഴാണ് അവരെയെല്ലാം അവന്മാര് പിടിച്ചോണ്ട് പോയത് കാണുന്നത്. മുത്തശ്ശി പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നമ്മുടെ പോങ്കോയും പേടിയും അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് പപ്പീസിനെ കാണാതായതിൽ സങ്കടപ്പെടുവാണ്. പാവം പേടി വിഷമത്തോടെ പോങ്കോയെ നോക്കുവാണ്. അവനും ആകെ വിഷമത്തിലാണ്. ഈ സമയത്താണ് ആ കിഡ്നാപ്പറിൽ ഒരാൾ ക്രുവല്ലയെ വിളിച്ച് പപ്പീസിനെ പിടികൂടിയ കാര്യം പറയുന്നത്. ക്രുവല്ല അത് മിസ്റ്റർ സ്കിന്നറിനോട് വിളിച്ചു പറയുന്നുണ്ട്. അയാൾ ഇതുവരെ കിട്ടിയ പപ്പീസിനെ കണക്ക് കൂട്ടി 99 എണ്ണമെന്ന് എഴുതി വെക്കുവാണ്. അപ്പോഴാണ് ആ കിഡ്നാപ്പേഴ്സിന്റെ വണ്ടിയിൽ നമ്മുടെ പപ്പീസ് വെളിയിലോട്ട് നോക്കി കുരയ്ക്കുന്നത്. അത് തെരുവിൽ നിന്നിരുന്ന വേറൊരു പട്ടിക്കുഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇവർ വണ്ടിയെടുത്ത് പോയപ്പോൾ അത് ഇവരുടെ പിറകെ ഓടുവാണ്. അങ്ങനെ ഈ കിഡ്നാപ്പേഴ്സ് ഒരു പ്രേതാലയം പോലെയുള്ള വീട്ടിൽ ചെന്നെത്തുന്നുണ്ട്. ഈ സമയം ഇവിടെ റോജറും അനീറ്റയും പോലീസിനോട് ഇൻഫോം ചെയ്യുവാണിതെല്ലാം. അപ്പോൾ നമ്മുടെ പോങ്കോ ഓടി ടെറസിൽ കയറി കുരയ്ക്കുവാണ്. ഇവന്റെ കുര കേട്ട് അകലത്തിൽ വേറൊരു പട്ടി കുരയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് പട്ടികൾ കുരയ്ക്കുവാണ്. ഒരു സിഗ്നൽ കൈമാറുന്ന പോലെയാണ് നമുക്കിത് തോന്നുന്നത്. അങ്ങനെ ആ പ്രേതാലയം പോലുള്ള വീടിന്റെ അടുത്തുള്ള ഫാമിലെ പട്ടിയും അവിടുത്തെ കുതിരയും ചെമ്മരിയാടും പന്നിയുമെല്ലാം ഒത്തുകൂടുവാണ്. അപ്പോഴേക്ക് ഈ ഫാമിലേക്ക് നമ്മുടെ റോട്ടിൽ കണ്ട പട്ടി ഓടി വരുന്നുണ്ട്. അവിടെ നിന്ന് അവൻ എന്തൊക്കെയോ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ പിറ്റേന്ന് റോജറിന്റെയും അനീറ്റയുടെയും വീടിന് വെളിയിൽ നിന്ന് ഒരു പട്ടി കുഞ്ഞു കുരയ്ക്കുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ പോങ്കോയും പേടിയും പോയി അവിടുന്ന് നേരെ വേറെ പട്ടി വരെ ഡയറക്റ്റ് ചെയ്തു. ഈ സമയത്ത് ആ പ്രേതാലയം വീട്ടിലേക്ക് നമ്മുടെ ബ്രൗണി റോഡിൽ കണ്ട പട്ടിയില്ലേ അവൻ വരുവാണ്. അവൻ നുഴഞ്ഞു കയറി ചെന്ന് അതിന്റെ ഉള്ളിൽ കടന്നു. ആ കിഡ്നാപ്പറിൽ ഒരുത്തൻ എന്തോ ശബ്ദം കേട്ടെന്ന് പറയുന്നുണ്ട്. മറ്റവൻ അത് കേട്ട ഭാവം നടിക്കുന്നില്ല. ബ്രൗണി പിന്നെയും അവിടെയെല്ലാം നടക്കുവാണ്. അതിനിടയിൽ പപ്പീസിനെ കൊല്ലുമെന്ന ഇവരുടെ സംസാരം അവൻ കേട്ടു.
അവൻ പതിയെ മണത്ത് നടന്ന് ഇവരെ ഇട്ടുവെച്ച റൂം കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അത് ലോക്കായിരുന്നു. അവൻ വേറെ ഒരു വഴിയിലൂടെ നുഴഞ്ഞു കയറി ഈ പട്ടിക്കുഞ്ഞുങ്ങളെ ഇട്ടുവെച്ച റൂമിൽ എത്തുവാണ്. ഈ സമയം ആ ക്രൂവൽ ലേഡിയിലെ ക്രൂവല്ല, അവൾ ആ സ്കിന്നറിനെ വിളിച്ച് എല്ലായിടത്തും പോലീസാണ്, അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവൾക്ക് ആ കോട്ട് വേണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഗർജനമായിരുന്നു അത്. അത് കേട്ട സ്കിന്നർ ഒരു ക്രൂരമായ ചിരി ചിരിച്ച് പപ്പീസ് ഉള്ളിടത്തേക്ക് പോകുവാണ്. ഈ സമയം റോജറും അനീറ്റയും പോങ്കോയെയും പേടിയെയും കാണാത്തതിൽ വിഷമിച്ചിരിക്കുവാണ്. അപ്പോൾ മുത്തശ്ശി അവരോട് അവയ്ക്കൊരു സിക്സ്ത് സെൻസ് ഉണ്ടെന്നും അതുകൊണ്ട് പോയതാണെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അനീറ്റ അവളുടെ പോർട്ട്ഫോളിയോ ഷീറ്റ് എടുക്കുന്നത്. അതിലെ അവൾ മുൻപ് വരച്ച ആ ചിത്രം കാണിച്ച് ഇക്കാര്യം സാധിക്കാനാണ് എല്ലാം ഇവിടെ സംഭവിച്ചതെന്ന് പറയുവാണ്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഡ്രസ്സ് ഉണ്ടാക്കാനായി ക്രൂവല്ലയാണ് അവരെ എടുത്തതെന്നും പപ്പീസിനെ അവർ കൊന്നു കളയുമെന്നും അവൾ പറയുവാണ്. ഈ സമയം ആ ക്രൂവല്ല ഈ പ്രേതാലയത്തിലേക്ക് വണ്ടി ഓടിച്ച് പൊക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്ക് പോങ്കോയും പേടിയും ഏകദേശം അവിടെ എത്താനായിരുന്നു. മുന്നിലൊരു കറണ്ട് കമ്പി കണ്ടു നിന്നപ്പോൾ ഒരു കിളി അവരെ ഗൈഡ് ചെയ്ത് വേറെ വഴി കാണിച്ചു കൊടുക്കുവാണ്. ഈ സമയം ഫാമിൽ കണ്ട ആ കുഞ്ഞു പപ്പിയില്ലേ, അവൻ അങ്ങോട്ട് വന്ന് പമ്മി അതിനുള്ളിൽ കടക്കുന്നുണ്ട്. കിഡ്നാപ്പേഴ്സ് അവന് പുറകെയും ഓടുവാണ്. ബ്രൗണിയുടെ പുറകെ ഇവ ഓടി ഏറ്റവും മുകളിലത്തെ നിലയിലെത്തുന്നുണ്ട്. താഴെ നമ്മുടെ ഫാമിലെ പപ്പിക്കുട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ബ്രൗണി ഓരോരുത്തരെയായി ഒരു കുഴലിലൂടെ താഴെ എത്തിച്ചു. അവിടെ നിന്ന് ആ പപ്പിക്കുട്ടിയെ കിഡ്നാപ്പറിൽ ഒരാൾ കാണുവാണ്. ഇയാൾ അവന്റെ അടുത്തെത്താനായതും ഫ്ലോർ തകർന്ന് താഴേക്ക് ഒറ്റ വീഴ്ച. ഈ സമയം നമ്മുടെ ബാക്കി എല്ലാ പപ്പീസും വെളിയിലെത്തിയിരുന്നു. ദേ അപ്പോഴാണ് ഇതിന്റെ അടുത്തേക്ക് മറ്റവൻ വരുന്നത്. അവൻ ഇതിന് പുറകെ പോയി ഒരു പൂളിൽ വീഴുവാണ്. അപ്പോഴേക്ക് ബ്രൗണി ഇവന്റെ കുര കേട്ട് വന്ന് ഇവനെയും രക്ഷിച്ചു. ഈ സമയം ദേ വരുന്നു ആ പിശാച് ക്രൂവല്ല. അവർ വന്നപ്പോ പപ്പീസിനെ കാണാനില്ലെന്നറിഞ്ഞ് അവർ കിടന്ന് അലറിക്കൊണ്ട് പപ്പീസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ വണ്ടിയുണ്ടോ സ്റ്റാർട്ടാവുന്നു. അങ്ങനെ ആ പുകക്കുഴലിലെ കല്ലെല്ലാം മാറ്റി ഇവർ വണ്ടി എടുത്തോണ്ട് പോകുവാണ്. ഈ സമയം ആ ക്രൂവല്ല പൊക്കോണ്ടിരുന്ന മഞ്ഞിൽ നിറയെ പട്ടികളുടെ കാൽപ്പാട് കാണുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു ചെമ്മരിയാടിൻ കൂട്ടവും ഒരു പട്ടിയെയും കണ്ട് അവർ പോകുവാണ്. നോക്കുമ്പോഴുണ്ട് നമ്മുടെ ബ്രൗണി ആ ചെമ്മരിയാടുകൾക്കിടയിൽ പപ്പീസിനെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നു. അപ്പോഴാണ് ആ സ്കിന്നർ അങ്ങോട്ട് വരുന്നത്. പ്രേതാലയത്തിലെത്തിയ സ്കിന്നർ ലക്കിയെ പിടിക്കാൻ നോക്കുവാണ്. ഇയാൾ പതിയെ പമ്മി പോയി ലക്കിയെ പിടിക്കാൻ ഒരുങ്ങിയതും ബ്രൗണി ഓടി വന്ന് അയാളുടെ ഡിക്കി നോക്കി ഒറ്റക്കടി. അപ്പോഴേക്ക് ഈ പപ്പികളുടെ കാൽപ്പാട് ട്രാക്ക് ചെയ്ത് ആ നശിച്ച ക്രൂവല്ല അവിടെയും എത്തി. ഈ പിശാച് അവിടെ എത്തിയത് ഒരു കാക്കച്ചിയമ്മ ശബ്ദമുണ്ടാക്കി അവരെയെല്ലാം അറിയിച്ചു. പപ്പികളെല്ലാം പെട്ടെന്ന് തന്നെ വൈക്കോൽ കൂനയിൽ പോയി ഒളിച്ചു നിന്നു. അപ്പോഴേക്ക് ആ കാക്കച്ചിയമ്മ ഇവരെ കൊത്തി അവരുടെ തൊപ്പി കൊണ്ടുപോയി. ഫാമിനടുത്തെത്തിയ ക്രൂവല്ലയെ ഒരു കുതിര അടിച്ചു തൊഴിച്ചിട്ടു. എന്നാൽ ഇവര് പക്ഷെ അങ്ങനെയൊന്നും പോവുമായിരുന്നില്ല. പിന്നെയും വാങ്ങിക്കൂട്ടണ്ടേ. ഈ സമയം കിഡ്നാപ്പേഴ്സ് മുയലിന്റെ കാൽപ്പാട് കണ്ട് അത് പപ്പീസിന്റെ ആണെന്ന് തെറ്റിദ്ധരിച്ച് കരണ്ട് കമ്പിയുടെ അടുത്തേക്ക് പോകുവാണ്. അപ്പോഴേക്ക് ഇവിടെ ഈ പിശാചാണിൽ ആ വൈക്കോൽ കൂനയ്ക്ക് അരികിൽ വന്ന് കുഞ്ഞുങ്ങളെ ഒരു കമ്പെടുത്ത് കുത്താൻ തുടങ്ങിയിരുന്നു. നമ്മുടെ പോങ്കോ അവരെ പറ്റിച്ച് ഒരു തടിയൻ പന്നിയെ ക്രൂവല്ലയുടെ മുകളിലേക്ക് തട്ടിയിടുവാണപ്പോൾ. മരത്തടി വെച്ച് വലിയ ബുദ്ധിജീവി ചമഞ്ഞ് അപ്പുറത്ത് കടക്കാൻ നോക്കിയപ്പോഴേക്ക് ആ കരണ്ട് കമ്പിയിൽ തട്ടിയവർ ശരിക്കും പണി വാങ്ങിക്കൂട്ടി. ഈ സമയം ആ നശിച്ച ക്രൂവല്ല വീണ്ടും എഴുന്നേറ്റ് വരുന്നുണ്ട്. പപ്പികളും പോങ്കോയും പേടിയും പോയത് അവർ കാണുന്നുണ്ട്. പക്ഷേ അവരെ പിടിക്കാൻ ഇവൾക്ക് കഴിഞ്ഞില്ല. കാരണമൊന്നുമല്ലാട്ടോ, ഈ ഫാമിലെ താമസക്കാർ അവളെ വിടണ്ടേ, അവരവളെ കൊല്ലാതെ കൊന്നു എന്ന് പറയാം. അവസാനം പോലീസ് വന്ന് അവളെ പിടിക്കുകയും ചെയ്തു. ദേ അപ്പോൾ ജീപ്പിൽ നമ്മുടെ കിഡ്നാപ്പേഴ്സും സ്കിന്നറും മുൻപ് തന്നെ ഹാജരായിരുന്നു. അങ്ങനെ എല്ലാ പപ്പീസും ഇല്ലേ എന്ന് പോലീസുകാർ നോക്കുന്ന സമയം നമ്മുടെ ലക്കിയുമായി കറക്റ്റ് സമയത്ത് ബ്രൗണി അങ്ങോട്ട് വരുവാണ്. അങ്ങനെ 101 ഡാൽമേഷ്യൻസ് ഇവരെ എല്ലാം പോലീസ് ഓഫീസേഴ്സ് റോജറിനും അനീറ്റയ്ക്കും കൈമാറി. അങ്ങനെ വലിയൊരു ഫാമിലി. ശേഷം നമ്മുടെ റോജർ ഒരു അടിപൊളി വീഡിയോ ഗെയിം ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ റോജറിനും അനീറ്റയ്ക്കും ഒരു കുഞ്ഞു മോള് കൂടിയുണ്ട് കേട്ടോ. എല്ലാവർക്കും സന്തോഷം. ഈ ഒരു കട്ടിൽ സിനിമ അവസാനിക്കുകയാണ്. ശരിക്കും ത്രില്ലിംഗ് ആയ എലമെന്റ്സും ഇമോഷനും എല്ലാം കൊണ്ട് കംപ്ലീറ്റ് ആയ ഒരു ഫിലിം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്കും മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു മൂവിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.